ആശാപ്രവർത്തകർ ഇന്ന് മുടിമുറിച്ച് പ്രതിഷേധിക്കും. സമരം ആരംഭിച്ച് 50 ദിവസമാകുന്ന സാഹചര്യത്തിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. സ്ത്രീകളെ സംരക്ഷിക്കുന്ന സർക്കാരാണെന്ന വാക്കുകളിൽ മാത്രം പറയുന്നവരാണ് കേരളം ഭരിക്കുന്നതെന്ന് സമരസമിതി ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു ജനം ടിവിയോട് പറഞ്ഞു. സർക്കാരിന്റെ പിടിവാശിയിൽ ഒറ്റ കാരണം കൊണ്ട് ആശയോടെ പ്രത്യാശയോടെ ആശമാർ നടത്തിയ സമരം ഇന്ന് 50-ാം ദിവസമാണ്. നിരാഹാര സമരം 12-ാം ദിവസവും. 12-ാം ദിവസത്തിൽ സമരത്തിന്റെ മുറ തന്നെ ഇവിടെ മാറുകയാണ്. സമരം ആരംഭിച്ച് 50 ദിവസത്തിലേക്കും നിരാഹാര സമരം 20-ാം ദിവസത്തിലേക്കും എത്തുമ്പോഴും ആശമാരുടെ ആശങ്കയകറ്റാൻ സർക്കാരിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം നടത്താൻ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ സ്ത്രീകൾ മുടിമുറിച്ചു വരെയുള്ള സമരം ചെയ്യേണ്ട സാഹചര്യമാണെന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന സർക്കാരാണെന്ന വാക്കുകളിൽ മാത്രം പറയുന്നവരാണ് കേരളം ഭരിക്കുന്നതെന്നും സമരസമിതി ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു ജനം ടിവിയോട് പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനാകരമായ ഒരു സമര രീതി തന്നെയാണ്. വൈകാരികമായ ഒരു തലമാണ് ഈ മുടിമുറിക്കൽ സമരത്തിനുള്ളത്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പറച്ചിലുകൊണ്ടായില്ലല്ലോ, പ്രവൃത്തിയിൽ വരുമ്പോഴേ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് അനുഭവവേദ്യമാകണം, എന്നാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടുന്നത് നമ്മൾ വെച്ച ഈ ഡിമാൻഡ് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം, എന്നാലേ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് പൂർണ്ണമാകുകയുള്ളൂ. അതേസമയം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തനതു ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിച്ചതിനെയും എതിരെ നിലപാട് സ്വീകരിക്കുകയാണ് സർക്കാർ. കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിക്കട്ടെ, പിന്നീട് വന്നത് KK ശൈലജ ഭരിക്കട്ടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച CPM-നും ഇടതുപക്ഷത്തിനും നങ്ങേലിയുടെ കഥ പറഞ്ഞ് പ്രസംഗിച്ച ഇടതുപക്ഷ സഹയാത്രികർക്കുമൊക്കെ 50 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ഈ സമരത്തെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയും ആവശ്യവും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ സർക്കാരിന്റെ പരാജയങ്ങളിൽ ഒന്നും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജു M. സായിക്കൊപ്പം അഖിൽ പാലോട്ട് മഠം, ജനം, തിരുവനന്തപുരം.